Good morning students. Welcome to our GS class. Today we are going to study class 3 GS semester 2 chapter 1 our body part 1. Okay, നിങ്ങൾ semester 2 എന്നുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് എടുക്കുക. അതിലെ chapter 1 ആണ് our body part 1. Okay. So this is your chapter 1 our body part 1. Can you see this? Okay. നിങ്ങൾ semester 2 എന്നുള്ള ടെക്സ്റ്റ് എടുക്കണം. Okay. We know that our body is made up of different parts. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പല പല പാർട്സ് ഉണ്ട് അല്ലേ? These parts perform different functions. ഈ ഓരോ പാർട്സിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? എന്തൊക്കെ ഫങ്ഷൻസ് ആയിരിക്കും നമ്മുടെ ഈ ഓരോ ബോഡി പാർട്സും ചെയ്യുന്നത്? നമുക്കറിയാം ഐസ് ഹെൽപ്പ് അസ് ടു സീ അല്ലേ? നമ്മൾ കണ്ണുകൾ ഉപയോഗിച്ചാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇയേഴ്സ് ഹെൽപ്പ് അസ് ടു ഹിയർ. നമ്മളെ കേൾക്കാൻ സഹായിക്കുന്ന എന്താണ്? ഇയേഴ്സ്, നമ്മുടെ ചെവികളാണ്. ഓക്കെ. ദ നോസ് ഹെൽപ്പ് അസ് ടു സ്മെൽ. അതായത് നമ്മുടെ നോസാണ് നമ്മളെ സ്മെല്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ടങ് ഹെൽപ്പ് അസ് ടു ടേസ്റ്റ്. നമ്മുടെ ടങ് ഉപയോഗിച്ചാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ ദ സ്കിൻ ഹെൽപ്പ് അസ് ടു ഫീൽ. നമ്മുടെ സ്കിൻ എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിൽ ടച്ച് ചെയ്യുമ്പോഴത്തേന് നമുക്കത് ഹോട്ടാണോ കോൾഡാണോ എന്നൊക്കെ ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക്, സ്കിന്ന് അല്ലേ? ഇതെല്ലാം എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലെഗ്സ് ഹെൽപ്പ് അസ് ടു വോക്ക്. നമ്മളെ നടക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ലെഗ്സ് ആണ്, നമ്മുടെ കാലുകൾ. ഓക്കെ. അതുപോലെ ഹാൻഡ്സ് ഹെൽപ്പ് അസ് ടു ഡൂയിങ് വർക്ക്. നമ്മളെ ജോലി ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ കൈകളാണ്. ഓക്കെ. സോ അവർ ബോഡി പാർട്സ് സച്ച് ആസ് ഹാൻഡ്സ്, നെക്ക് ആൻഡ് ലെഗ്സ് ആർ കോൾഡ് എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ദ ബോഡി. നമ്മൾ ക്ലാസ് 2 നിങ്ങൾ പഠിച്ചതാണ് എക്സ്റ്റേണൽ ബോഡി പാർട്സും ഇന്റേണൽ ബോഡി പാർട്സും. എക്സ്റ്റേണൽ ബോഡി പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ബോഡി പാർട്സ് ആർ നമ്മുടെ ശരീരത്തിന് വെളിയിലുള്ള ഔട്ട്സൈഡ് ദ ബോഡി. ഓക്കെ. സോ ദീസ് പാർട്സ് ആർ ഔട്ട്സൈഡ് ദ ബോഡി. എക്സ്റ്റേണൽ പാർട്സ് ആർ ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് വി ക്യാൻ സീ. നമുക്ക് കാണാൻ പറ്റുന്നതും നമ്മുടെ ശരീരത്തിന് വെളിയിലുള്ളതുമായ പാർട്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ പാർട്സ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ വരും? എക്സ്റ്റേണൽ പാർട്സിൽ ഹാൻഡ്സ് വരും, നമ്മുടെ കൈകൾ, പിന്നെ ലെഗ്സ്, പിന്നെ നെക്ക്, പിന്നെ ഐസ്, ഇയേഴ്സ്, നോസ്. ഇതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ പാർട്സ് ആണ്. ഓക്കെ. ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് വി ക്യാൻ സീ. ഇനി ഇന്റേണൽ പാർട്സ് എന്ന് പറഞ്ഞാലോ? ദീസ് പാർട്സ് ആർ ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനുള്ളിലാണ് ഇന്റേണൽ പാർട്സ് കാണുന്നത്. ആൻഡ് വി കനോട്ട് സീ. നമുക്ക് കാണാൻ പറ്റുമോ ഇന്റേണൽ പാർട്സിനെ? We cannot see the internal parts. Internal parts എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? The brain. Brain നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. It is located inside the body. Okay. The brain, പിന്നെ lungs, പിന്നെ intestines, kidneys, ഇതെല്ലാം എന്താണ്? ഇന്റേണൽ പാർട്സ് ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ബോഡി ആൻഡ് വി കനോട്ട് സീ. ഇന്റേണൽ പാർട്സിന് എക്സാമ്പിൾ ആണ് ദ ബ്രെയിൻ, ലങ്സ്, ഇന്റസ്റ്റൈൻസ്, പിന്നെ കിഡ്നീസ്. ഇതെല്ലാം ഇന്റേണൽ പാർട്സ് ആണ്. ഓക്കെ. എക്സ്റ്റേണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ it is located outside the body and we can see. അതിന് എക്സാമ്പിൾ ആണ് ഹാൻഡ്സ്, ലെഗ്സ്, നെക്ക്, ഐസ്, ഇയേഴ്സ്, നോസ്. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. സോ വാട്ട് ഈസ് ദ ബോഡി മെയ്ഡ് അപ്പ് ഓഫ്?
നമ്മുടെ ശരീരം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി തൗസൻഡ്സ് ഓഫ് സെൽസ്. അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. ഓക്കെ, സെൽസ്. ഓക്കെ, സോ അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് സെൽസ്. സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. സെൽസ് ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, സോ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് എന്താണ്? സെല്ല്. ഓക്കെ, സോ they are also called building blocks of life. സെൽസ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് building blocks of life. building blocks. building blocks of life. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സെല്ല്. സോ സെൽസ് ആർ ദ ബിൽഡിംഗ് blocks of life. Okay, the body is made up of many thousands of cells. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്. So cells are the smallest unit of life. So what is the smallest unit of life? That is cell. Cells are also called building blocks of life. Okay, നമുക്കറിയാം ഒരു വീട് പണിയുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ബ്ലോക്ക് അല്ലേ, ഓരോ ഇഷ്ടികകൾ അല്ലെ ബ്ലോക്കുകൾ കൊണ്ട് നമ്മൾ ഈ കട്ടകൾ കണ്ടില്ല, അത് വെച്ചല്ലേ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സെല്ല്. സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. സോ ദേ ആർ കോൾഡ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ഓക്കെ, so a group of cells that perform a particular function is called tissue. അതായത് ഈ സെല്ലുകൾ ചേരുമ്പോഴാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. സോ സെൽസ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? ടിഷ്യൂസ് ഉണ്ടാകുന്നു. ടിഷ്യൂ, tissues. Group of cells that perform a particular function is called tissues. Group of cells ചേരുമ്പോൾ tissues ഉണ്ടാകുന്നു. A group of tissues that perform a particular function is called an organ. Group of tissues ചേരുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? organs ഉണ്ടാകുന്നു. organs. Okay, organs എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അവയവങ്ങൾ അല്ലേ, ഇതെല്ലാം ഉണ്ടാകുന്ന ടിഷ്യൂസ് ചേരുന്നതാണ്. ടിഷ്യൂസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സെൽസ് ചേരുമ്പോഴാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ടിഷ്യൂസ് ചേരുമ്പോൾ ഓർഗൻസ് ഉണ്ടാകുന്നു. ഓക്കെ, ഓർഗൻ എന്ന് പറയുമ്പോൾ സ്റ്റൊമക്ക്, ബ്രെയിൻ, ഐസ്, ഇയേഴ്സ്, നോസ്, സ്കിൻ, ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് ഓർഗൻസ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ദാറ്റ് പെർഫോം എ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഫോം എ ഓർഗൻ സിസ്റ്റം. ഈ ഓർഗൻസ് ചേരുമ്പോഴാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം. Okay, so different organ system work together as one unit. Each system helps the body function normally. Okay, ഈ ഓർഗൻ സിസ്റ്റം ചേരുമ്പോഴാണ് ഒരു ലിവിങ് ബോഡി ആവുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേരുമ്പോൾ ടിഷ്യൂസ് ഉണ്ടാകുന്നു. ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ചേരുമ്പോൾ അവിടെ ഓർഗൻസ് ഉണ്ടാകുന്നു. ഓർഗൻസ് ചേരുമ്പോൾ ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. ഓർഗൻ സിസ്റ്റം ചേരുമ്പോഴത്തേനാണ് ഒരു ലിവിങ് ബോഡി ആയിട്ട് മാറുന്നത്. ഓക്കെ, so the human body has 10 major organ system. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പ്രധാനമായിട്ടും 10 മേജർ ഓർഗൻ സിസ്റ്റംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം, സെക്കൻഡ് വൺ ഡൈജസ്റ്റീവ് സിസ്റ്റം, തേർഡ് വൺ സർക്കുലേറ്ററി സിസ്റ്റം, ഫോർത്ത് വൺ സ്കെലിറ്റൽ സിസ്റ്റം, ഫിഫ്ത്ത് വൺ നെർവസ് സിസ്റ്റം, സിക്സ്ത് വൺ എക്സ്ക്രീറ്ററി സിസ്റ്റം, സെവൻത്ത് വൺ ലിംഫാറ്റിക് സിസ്റ്റം,
8th one endocrine system, 9th one muscular system, and 10th one that is reproductive system. Okay, so നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഡാഷ് ആർ കോൾഡ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് എന്താണ്? സെൽസ്. ഓക്കെ, സോ cells are the smallest unit of life. They are also called building blocks of life. Okay, different organ system work together as one unit. അതായത് ഈ ഓർഗൻ സിസ്റ്റം എല്ലാം കൂടെ ഒരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 10 മേജർ ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അതെല്ലാം ഈ ഓരോ ഓർഗൻ സിസ്റ്റം ഓരോ യൂണിറ്റ് ആയിട്ടാണ്, ഒരു യൂണിറ്റ് ആയിട്ട് 1 യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് 10 മേജർ ഓർഗൻ സിസ്റ്റംസ്? റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം, skeletal system, nervous system, excretory system, lymphatic system, endocrine system, muscular system, reproductive system. Okay, so ഇതാണ് പ്രധാനമായിട്ടുള്ള 10 മേജർ സിസ്റ്റംസ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് ബോഡി പാർട്സിനെ കുറിച്ചാണ്. നമ്മുടെ ബോഡി പാർട്സ് എക്സ്റ്റേണൽ പാർട്സും ഉണ്ട്, ഇന്റേണൽ പാർട്സും ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സെൽസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ടിഷ്യൂസ് ഉണ്ടാകുന്നു. ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഓർഗൻസ് ഉണ്ടാകുന്നു. ഓർഗൻസ് ജോയിൻ ചെയ്യുമ്പോൾ ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. ഈ ഓർഗൻ സിസ്റ്റം ചേരുമ്പോഴത്തേനാണ് ഒരു ലിവിങ് ബോഡി ആയിട്ട് മാറുന്നത്. ഈ ഓരോ ഓർഗൻ സിസ്റ്റവും ഒരു യൂണിറ്റ് ആയിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, so this much for today. You study well. We will meet in the next class. Thank you.